ഹായ് ഗായ്സ്, ഇന്ന് നമുക്കൊരു കോവയ്ക്ക മെഴുക്കുവരട്ടി ഉണ്ടാക്കാം. ഇപ്പം ഞങ്ങളുടെ അവിടെ ഞങ്ങൾ കോട്ടയംകാരെല്ലാം പറയുന്നത് കോവയ്ക്ക എന്നാണ്. അപ്പം നിങ്ങളെന്താണ് പറയുന്നതെന്ന് കമൻറ്റിൽ ഒന്ന് പറയുക. ഇപ്പം ഞാൻ കോവയ്ക്ക മെഴുക്കുവരട്ടിക്ക് വേണ്ടി ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ എടുക്കേണ്ട സാധനങ്ങൾ നമുക്കറിയാമല്ലോ. സബോള എടുക്കണം, പച്ചമുളക് എടുക്കണം, പിന്നെ കുറച്ച് കോവയ്ക്ക. അതെല്ലാം ഇപ്പം ഞാൻ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇന്നത്തെ ദിവസം എനിക്ക് ഓഫ് ആയതുകൊണ്ട് പതുക്കെല്ലാം പണികളെല്ലാം ചെയ്താൽ മതി. അതുകൊണ്ട് ഇപ്പം ഞാൻ കോവയ്ക്ക മെഴുക്കുവരട്ടിക്ക് ഒരുക്കി വെച്ചു. ഇനി നമുക്ക് അടുത്ത പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ അതെല്ലാം കഴുകി റെഡിയാക്കി എടുക്കാം. നല്ലതായിട്ട് കഴുകിയില്ലെങ്കിൽ നമുക്കറിയത്തില്ലല്ലോ ഈ കോവയ്ക്ക ഉണ്ടാക്കുമ്പോൾ അവരെന്തൊക്കെ മായങ്ങളാണ് ചേർത്തിരിക്കുന്നത്. അതുകൊണ്ട് എൻ്റെ മമ്മിയൊക്കെ പറയാറുണ്ട്, പച്ചക്കറികൾ മേടിക്കുമ്പം ഇങ്ങനെ വിനാഗിരിയിലോ അല്ലെങ്കിൽ ഉപ്പുവെള്ളം ഉപയോഗിച്ച് ഉപ്പുവെള്ളത്തിൽ കഴുകിയെടുക്കണമെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഞാനിപ്പം ഉപ്പുവെള്ളത്തിലാണ് ഇങ്ങനെ കഴുകിയെടുക്കി വെക്കുന്നത്. കഴുകിയെടുക്കി ഇപ്പം ആ കാണുന്ന പലകയിലാണ് ഞാൻ അരിയുന്നത്. എനിക്ക് അതിൽ കൈ വെച്ച് അരിയുമ്പം പെട്ടെന്ന് അതിൻ്റെ പല പ്രാവശ്യം കൈ വെച്ച് നമ്മൾ പെട്ടെന്ന് ധൃതിക്കരിയുമ്പോൾ കൈ മുറിയാൻ സാധ്യതയൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ ഈ തടിപ്പലകയിൽ വെച്ചാണ് അരിയുന്നത്. നമുക്ക് പിന്നെ എൻ്റെ ചേട്ടായിക്ക് ഈ നീളത്തിലരിഞ്ഞ മെഴുക്കുവരട്ടിയാണ് ഇഷ്ടം. പക്ഷേ എനിക്ക് ഏറ്റവും ഇഷ്ടം ഇങ്ങനെ വട്ടത്തിലുള്ളതാണ്. ഇപ്പം നമ്മുടെ ഇവിടെ ആഗ്രഹങ്ങൾക്ക് പ്രസക്തിയില്ലല്ലോ. ഇപ്പം എല്ലാവരുടെ ആഗ്രഹങ്ങളുടെ ഒത്തും നമ്മുടെ ആഗ്രഹങ്ങൾ ഇങ്ങനെ ഒത്തുചേർന്ന് പോകുന്നു. അപ്പം ഞാനിങ്ങനെ മെഴുക്കുവരട്ടിക്ക് അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പിന്നെന്താ പറയുക, പിന്നെ ഇന്നലെ ഞങ്ങളുടെ വീട്ടിലെ വെഞ്ചരിപ്പൊക്കെ ആയിരുന്നുകൊണ്ട് നമുക്ക് പിന്നെ എനിക്കധികം വീഡിയോ ഒന്നും ഇടാൻ പറ്റിയില്ലായിരുന്നു. അതുകൊണ്ട് ഇന്ന് ഓഫിൻ്റെ ദിവസമായതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഞാനിന്നൊരു മെഴുക്കുവരട്ടി ഉണ്ടാക്കുന്നുണ്ടല്ലോ, അപ്പം അത് നിങ്ങൾക്ക് മുമ്പിൽ കാണിച്ചു തരാമെന്ന് എൻ്റെ മനസ്സൊന്ന് പറഞ്ഞു. ഇപ്പം ഞാനിങ്ങനെ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം നമ്മൾ പച്ചമുളക് അരിയുന്നത് പിള്ളേർക്ക് കൊടുക്കുമ്പോൾ നമ്മൾ നീളത്തിലേ അരിയാവുള്ളൂ. കാരണം പിള്ളേർക്ക് അറിയത്തില്ലല്ലോ, അവരിങ്ങനെ ചിലപ്പോൾ TV കണ്ടുകൊണ്ടായിരിക്കും കഴിക്കുന്നത്. അങ്ങനെ കഴിക്കുമ്പം അവരുടെ വായിലെ പച്ചമുളക് കഴിക്കാൻ സാധ്യതയുണ്ട്. പിന്നെ പിള്ളേർക്ക് പിന്നെ സ്വാഭാവികമായി എരിവായിരിക്കുമല്ലോ. പിന്നെ ഞാൻ ഈ പാത്രത്തിലാണ് കോവയ്ക്ക മെഴുക്കുവരട്ടി ഉണ്ടാക്കുന്നത്. ഓൾറെഡി കഴുകി വെച്ചുകൊണ്ട് ജസ്റ്റ് ഇങ്ങനെ വെള്ളം തൂക്കിയിട്ട് ഇങ്ങനെ കഴുകിയെടുത്താൽ മതി. ഞാനിപ്പം അടുപ്പത്തോട്ട് വെക്കാൻ പോവാണ്. ഇപ്പം ഞാൻ അടുപ്പത്തോട്ട് വെച്ചിട്ട് അതിൻ്റെ വെള്ളം പറ്റിയിട്ട് എണ്ണ ഒഴിക്കുകയാണ്. ഓൾറെഡി എനിക്ക് പറ്റിയൊരു അബദ്ധം പറയാം. ഞാൻ ഓൾറെഡി എണ്ണ ഒഴിക്കുന്ന വീഡിയോ ഒക്കെ ഞാൻ എടുത്ത് കാണിച്ചായിരുന്നു. പക്ഷേ എങ്കിലേ അതിനകത്ത് എണ്ണ ഒഴിച്ച് ഞാൻ കടുകിടാൻ വേണ്ടി ആ പാത്രം എടുത്തപ്പം എൻ്റെ മൊബൈൽ താഴെ പോയി. അതുകൊണ്ട് ഇപ്പം നിങ്ങളെ കാണിക്കാൻ വേണ്ടി ശകലം എണ്ണ ഒഴിക്കുന്ന രീതി ഞാൻ കാണിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ കടുകിട്ടിട്ട് പിന്നെ നമ്മുടെ കോവയ്ക്ക മെഴുക്കുവരട്ടി അതിനകത്തോട്ട് കടുകിട്ടിട്ട് ഉടനെ കോവയ്ക്ക ഇടല്ലേ. ഞാൻ ഉണ്ടാക്കുന്ന രീതി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതേ ഉള്ളൂ. കടുക് പൊട്ടിയിട്ട് കോവയ്ക്ക അതിനകത്തോട്ട് നമ്മൾ ഇടുക. ഇട്ട് കഴിഞ്ഞിട്ട് പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ ശകലം ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് ഇളക്കിയിട്ട് പിന്നെ ഒരു നമുക്ക് ചിലവർക്കൊക്കെ കരിവേപ്പിലയുടെ ഇത് ഇഷ്ടപ്പെടത്തില്ലായിരിക്കും. ചിലവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇഷ്ടമുള്ളവർ അതിനകത്തോട്ട് കരിവേപ്പില ഇട്ട് നല്ലതായിട്ട് ഇളക്കി വെച്ചിട്ട് അത് പിന്നെ നമ്മൾ എപ്പോഴും ഇളക്കേണ്ട ആവശ്യമില്ല. ആവിക്ക് തന്നെ ഇരുന്ന് വെന്തോളും. പിന്നെ ഞാൻ ആ സമയത്ത് ഇന്ന് നിങ്ങളെ കാണിച്ച ഓട്സില്ലേ, ആ ഓട്സ് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞപ്പം തലേദിവസമെങ്കിലും രാത്രി ഉണ്ടാക്കി വെച്ച് പിറ്റേ ദിവസം എടുത്ത് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റായിരിക്കും. ഇപ്പം ഞാൻ ആവിക്ക് കുറച്ച് നേരമായി വെച്ചിട്ട് അടച്ച് വെച്ചിട്ട് ഇപ്പം ഞാൻ നല്ലതായിട്ട് വെന്തിപ്പം. അതുകൊണ്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കുകയാണ്. ഇളക്കി കൊടുത്ത് ഇപ്പം നമ്മുടെ കോവയ്ക്ക മെഴുക്കുവരട്ടി റെഡിയായി. ഇപ്പോൾ എന്തു പറയുന്നു.